ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 309. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതര ഉപനിഷത്താണ് നോക്കുന്നത്. ഇതിൽ 5ാമത്തെ അധ്യായത്തിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് 11 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിൽ നമ്മളുടെ സൃഷ്ടിയെ പറ്റിയും ജീവാത്മാവ് അല്ലെ പരമാത്മാവ് അതെല്ലാം സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയയെല്ലാമാണ് പറയുന്നത്. ഇപ്പം 11 എന്താണ് പറയുന്നത് നോക്കാം. സങ്കല്പം, സ്പർശം, ദൃഷ്ടി, മോഹം, ഭോജനം, ജലപാനം, വൃഷ്ടി ഇവയെല്ലാമാണ് ശരീരത്തിൻ്റെ ജനനത്തിനും വൃദ്ധിക്കും ആധാരം. ഒരു കുട്ടി ജനിക്കുന്നതിനും അവൻ്റെ വളർച്ചക്കുമെല്ലാം ആധാരമായിരിക്കുന്ന ഒരു കുട്ടി ജനിക്കുന്നതിനും അവൻ്റെ വളർച്ചക്കുമെല്ലാം ആധാരമായിരിക്കുന്നത് സങ്കല്പമാണ്, സ്പർശമാണ്, ദൃഷ്ടിയാണ്, മോഹമാണ്, ഭോജനമാണ്, ജലപാനമാണ്, വൃഷ്ടിയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ഓരോന്നിനെയും എങ്ങനെയാണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട് അടുത്ത വരിയിൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്താണെന്ന് നോക്കാം. സ്ത്രീ പുരുഷന്മാരുടെ സങ്കല്പം. ഒരു സ്ത്രീക്കും പുരുഷനും ഒരു സങ്കല്പം ഉണ്ടാകുന്നു. ഒരു കുടുംബജീവിതം നയിക്കണം, ദാമ്പത്യപരമായിട്ട് നീങ്ങണം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാകുന്നു. അതിലൂടെ വീക്ഷണം, നേരത്തെ പറഞ്ഞ വീക്ഷണം, ദൃഷ്ടി, അപ്പോൾ അനുയോജ്യമായ ഒന്നിനെ കണ്ടെത്തുന്നു. പിന്നെ സ്പർശം, പിന്നെയാണ് സ്പർശിക്കാനുള്ള മോഹം ഉണ്ടാകുന്നത്. ഇതിലൂടെ ഈ വഴിയിലൂടെ ഒരു സഹവാസം ഉണ്ടാകുന്നു. അവർ തമ്മിൽ സഹവസിക്കാൻ തുടങ്ങുന്നു. ഇവയിലൂടെ ജീവാത്മാവ് ഗർഭത്തിൽ വരുന്നു. അപ്പം ഇങ്ങനെയെല്ലാം കൂടിച്ചേർന്നിട്ട് ഗർഭത്തിൽ ഒരു ശിശു ഉദയം കൊള്ളുമ്പോഴാണ് ആ ജീവാത്മാവ് കയറിയിട്ട് അതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത്, ശരീരം സ്വീകരിക്കുന്നത്. ആ ശരീരത്തിനനുസരിച്ച ഒരു ജീവാത്മാവ് ആ ശരീരം സ്വീകരിക്കുന്നു. പിന്നെ അത് മാതാവിൻ്റെ ഭോജനം, നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഭോജനം, ജലപാനം എല്ലാം മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും എല്ലാം മൂലാവിയിലൂടെ വളർച്ചയും ജനനവും സംഭവിക്കുന്നു. വൃഷ്ടി എന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടക്ക് വൃഷ്ടിക്കുന്നുണ്ട്. ആ വൃഷ്ടിയിലൂടെയാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പം എല്ലാം ആയി. ഭിന്ന യോനികളിലൂടെ. അപ്പൊ ഈ ജീവാത്മാവ് എങ്ങനെയാണ് ഓരോ ശരീരം സ്വീകരിക്കുന്നത്? ഭിന്ന ഭിന്ന യോനികളിലൂടെ. ഒരേ ജീവാത്മാവ് തന്നെ ഇപ്പോൾ ഒരു തരം യോനിയിൽ കയറിയാലും അടുത്ത ജന്മത്തിൽ പിന്നെ വേറൊന്നില്ലായിരിക്കും, ഇതിനു മുമ്പിൽ വേറൊന്നിലേക്കായിരിക്കും. അപ്പൊ അതങ്ങനെ തുടർന്നു പോവുകയാണ്. ജീവാത്മാവ് ഭിന്ന ഭിന്ന യോനികളിലൂടെ ജീവന്റെ ഉൽപ്പത്തിക്കും വളർച്ചക്കും ഭിന്ന ഭിന്ന പ്രകാരത്തിൽ ആണ് രൂപാന്തരം പ്രാപിച്ചു വരുന്നത്. അപ്പം ജീവാത്മാവ് പല യോനികളുടെ, പട്ടിയിൽ, പൂച്ചയിൽ, എലിയുട്ടിയും വരും, മനുഷ്യരിലുട്ടി ഭിന്ന ഭിന്ന രൂപത്തിൽ വരുന്നത്. ഒരു രൂപത്തിലല്ല, ആ ശരീരത്തിനനുസരിച്ചിട്ടുള്ള രൂപം അത് എടുക്കും. എന്നിട്ട് ജനിക്കുകയും വളർച്ചയെല്ലാം സംഭവിക്കുന്നു. ചില യോനികളിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആമമുട്ട പോലെയാണ്. ചില യോനികളിൽ അത് ആമമുട്ട പോലെയാണ്. ആമേൻ്റെ മുട്ട എന്താ ചെയ്യുക? ആമ മണ്ണ് വന്നിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചിടുക ചെയ്യുക. അപ്പോൾ സങ്കല്പമാത്രയിൽ ജീവിച്ച് വളർച്ച സംഭവിക്കുന്നു. അത് അതിൻ്റെ തന്നെ സങ്കല്പം അനുസരിച്ചാണ് അവിടെ നിന്ന് തന്നെ മുട്ട. അതിന് പിന്നെ വേറെ സഹവാസമൊന്നും വേണ്ട. ആമയുടെ മുട്ട മണ്ണിലാണ് കുഴിച്ചിടുന്നത്. അപ്പൊ അതിൻ്റെ സങ്കല്പത്തിന്, ആ ജീവാത്മാവിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് വളർന്നിട്ട് വളർച്ചയെല്ലാം പ്രാപിക്കും, ജനിക്കുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യും. മറ്റു ചില യോനികളിൽ പക്ഷിമുട്ട പോലെയാണ്. അത് ആസക്തിയോടുകൂടിയ സ്പർശനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്, വളർച്ചയും ജനനവും. അതിനൊരു ആസക്തിയുണ്ട് പക്ഷികൾക്ക്. എൻ്റെ മുട്ടയാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് അതിൻ്റെ മേലെ തന്നെ കയറിയിരിക്കും, സ്പർശിച്ചുകൊണ്ട് തൊട്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ജനനവും വളർച്ചയെല്ലാം
സംഭവിക്കുന്നത്. ചില യോനികളിൽ മത്സ്യങ്ങളുടെ മുട്ട പോലെ ആസക്തിയോടുകൂടിയ നോട്ടം കൊണ്ട് സംഭവിക്കുന്നു. മത്സ്യങ്ങളുടെ മുട്ട പോലെ ആസക്തിയോടുകൂടി അതിനെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് സങ്കല്പിക്കുന്നുണ്ട്, അല്ല അത് സംഭവിക്കുന്നു. മറ്റു യോനികളിൽ മത്സ്യം പാലൊന്നും കൊടുക്കുന്നില്ല, അതിനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ജനിച്ചു കഴിഞ്ഞാല് പാലൊന്നും കൊടുക്കുന്നില്ല, അതിനെ നോക്കിയിട്ട് അതിന്റെ പിന്നാലെ നടക്കും. മറ്റു യോനികളിൽ മത്സ്യമൃഗങ്ങളിലെ പോലെ അന്നത്താലും ജലത്താലും സംഭവിക്കുന്നു. മറ്റു യോനികളിൽ എന്താണ്? കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് അത് വളരുന്നത്. ചില യോനികളിൽ വൃക്ഷലതാദികളെ പോലെ വൃഷ്ടി മൂലമുണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നു. മഴ പെയ്യുമ്പോൾ, നേരത്തെ വൃഷ്ടി എന്ന് പറഞ്ഞല്ലോ, വൃഷ്ടി നടക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഇത് മുളച്ച് വരുന്നു. വിത്ത് അവിടെ കിടക്കും, ഒരു മഴയിങ് വരുമ്പോഴേക്ക് അത് മുളച്ച് വരും. ഇപ്രകാരം പല വിധത്തിലുള്ള ശരീരം സംരക്ഷണം, വൃഷ്ടിയും വൃദ്ധിയും ജനനവും ഉണ്ടാകുന്നു. ജീവാത്മാവ് തൻ്റെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി, ഈ ജീവനല്ല എന്തിനെ ജനിക്കുന്നത്? എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൻ്റെ ആഗ്രഹം എന്താണ്? കർമ്മഫലം അനുഭവിക്കണം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിനായി വിഭിന്ന യോഗികളെ തേടിപ്പോകുന്നു. എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള യോനികളെ തേടിപ്പോകുന്നു. പാല് തര ഉണ്ടാക്കാനാണെങ്കിൽ പശുവായിട്ട് ജനിക്കും, എല്ലാം അതിനനുസരിച്ചിട്ടുള്ള കർമ്മം അനുസരിച്ച്. ഇനി 12 ജീവാത്മാവ് പഞ്ചഭൂതങ്ങളാലുള്ള ശരീരങ്ങളിലൂടെ, ഈ ശരീരം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങളെ കൊണ്ട്. തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനായി പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ശരീരം സ്വീകരിച്ചിട്ട് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനായി എന്തുണ്ടാകുന്നു? അഹന്ത, മമത എന്നീ ഉണ്ടായിരുന്നു. ഞാനെന്ന അഹങ്കാരവും മമത, എൻ്റേത് അന്യൻ്റേത് എന്നുള്ള ചിന്തയും മുതലായ ഗുണങ്ങൾക്ക് വശീഭൂതനായി, ഇപ്പൊ ശരീരം ജനിച്ചിട്ട് ജനിക്കുന്നത് മുതൽ ഞാനെന്ന ചിന്തയുണ്ടാകും, എൻ്റേതെന്ന് മറ്റേതെന്ന് അങ്ങനെയെല്ലാം ചിന്ത, വിഭാഗിക ചിന്തകളും എല്ലാം തന്നെ. അതിന് വശംഭൂതനായി അനേകം ശരീരങ്ങളെ പ്രാപിക്കുന്നു. ഓരോ ജന്മത്തിലും ഓരോ തരം ലക്ഷ്യമാണുള്ളത്, അതുകൊണ്ട് ഓരോ തരം ശരീരങ്ങളെ പ്രാപിക്കുന്നു. അതായത് ശരീരധർമ്മം അനുസരിച്ച് അവന് അഹന്ത, മമത എന്നിവ കടിമപ്പെട്ടു പോകുന്നു. അതായത് ശരീരധർമ്മം, എന്ത് ശരീരധർമ്മമാണോ അവന് ചെയ്യാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, പശു പാല് കൊടുക്കാനാണെങ്കിൽ പശുവായിട്ട് ജനിക്കണം, അങ്ങനെ. അപ്പൊ അതിനും എല്ലാം എന്തുണ്ട്? അനുസരിച്ച് അഹന്ത, മമത, അതിനനുസരിച്ചിട്ടുള്ള മമത, അഹന്തയും ഞാനെന്ന ഭാവവും എന്നിവ അടിമപ്പെട്ടുകൊണ്ട് ഭിന്ന ഭിന്ന യോനികളിൽ ജന്മം സ്വീകരിക്കുന്നു. ഭിന്ന യോനികളിൽ, അതിനനുസരിച്ചിട്ടുള്ള യോനികളിൽ പോയി ജനിക്കുന്നു. എന്നാൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭിന്ന യോനികളിൽ പോയി ജനിക്കുന്നുണ്ടെങ്കിലോ അവന് സ്വാതന്ത്ര്യമില്ല. ഏത് പോയി ജനിക്കണമെന്നൊന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും അവനില്ല. അതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? ഇതുവരെ പറഞ്ഞ കേട്ടാ വിചാരിക്കും നമുക്ക് ജീവാത്മാവിന് തോന്നുമ്പം ഇന്ന യോനിയിൽ പോയി ജനിക്കാമെന്നെല്ലാം തോന്നുന്നു. അതൊന്നും അല്ല കാര്യം. അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും അവന് ഇല്ല. അതിന് അവനെ നിയോഗിക്കുന്നത് മറ്റാരോ ആണ്. അപ്പം അവന് എവിടെ ജനിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് മറ്റാരോ ആണ്. അത് മുൻപ് പറഞ്ഞ ആരാണ്? പരബ്രഹ്മ പരമേശ്വരനാണ്. തത്വജ്ഞാനികൾ, ഈ തത്വജ്ഞാനികൾ, നല്ല ജ്ഞാനം നേടിച്ച യോഗീശ്വരന്മാര് ദർശിക്കുന്നതും അദ്ദേഹത്തെ തന്നെ.
ഏതൊരു ആ പരമേശ്വരനാണ് ഇതിന്റെ എല്ലാം പിന്നില്. തത്വജ്ഞാനികൾ കണ്ടെത്തുന്ന ആ പരമേശ്വരനും അത് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കാണുക, കേൾക്കുക എന്നിവയെല്ലാമാണ് നമ്മുടെ ജീവാത്മാവിന്റെ ഗുണം. നമ്മുടെ ജീവാത്മാവിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിന് കാണാനും കേൾക്കാനും, ലോകത്തിലെ എല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവുണ്ട്. അവയുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ അഹങ്കാരം, മമതയെല്ലാം ഉണ്ടാകുന്നത്. എന്തെല്ലോ കാണും, കേൾക്കും, അതിനനുസരിച്ച് അവനിൽ എന്തുണ്ടാകുന്നു? അഹന്തയും മമത, ആസക്തി എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് അവന്റെ സ്വരൂപം. അപ്പം നമ്മുടെ സ്വരൂപം എന്താണ്? അവന് കാണാനും കേൾക്കാനും എല്ലാം കഴിയും. അതിൻ്റെ അനുസരിച്ച് ഞാൻ എൻ്റേത്, മറ്റേ എന്നുള്ള ചിന്തയെല്ലാം ഉണ്ടായി അഹങ്കാരവും മമതയും ആസക്തിയെല്ലാം പിടിപെട്ടിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഇനി 13. അങ്ങനെ ജീവാത്മാവിനെ നാനാ യോനികളിൽ ബന്ധിച്ച് ആ ശരീരത്തിൽ അന്തരാമിയായിരിക്കുകയും, അപ്പോൾ ഇതിനെയെല്ലാം നിയോഗിക്കുന്നവരാണ് ആ പരബ്രഹ്മ പരമേശ്വരനാണ്. അത് അങ്ങനെ ജീവാത്മാവിനെ നാനാ യോനികളിൽ ബന്ധിച്ചിട്ട് ആ പരമാത്മാവ് എന്തൊരു കർമ്മമാണോ ഇവരെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള യോനിയിൽ അവനെ കൊണ്ട് ബന്ധിച്ചിട്ട് ആ ശരീരത്തിൽ അന്തരാമിയായിരിക്കുന്നു. അവന്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കുന്നുണ്ട്, അങ്ങ് വിടുന്നില്ല. അതിന്റെ അകത്ത് ആശാനും കയറിയിരിക്കുന്നുണ്ട്. അതെങ്ങനെയുള്ളതാണ്? നിരാകരണം. പക്ഷെ ആ പരബ്രഹ്മ പരമേശ്വരൻ എന്താണ്? നിരാകാരനാണ്, സർവവ്യാപിയാണ്, ആദിയും അന്തവുമൊന്നും അവനില്ല, വിചാരങ്ങളൊന്നും അവനില്ല. അവന് ഉൽപ്പത്തിയും വിനാശവും ഒന്നും അവനില്ല. അവൻ ഏകനാണ്. അവൻ തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നത്. സർവത്തിൻ്റെ സാക്ഷിയായിട്ടിരിക്കുകയാണ്. അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാറ്റിനെയും ഭരിക്കുന്നതും അവൻ തന്നെയാണ്. ഇത് നമ്മളെ വേണ്ട ഏത് യോനിയിലാണോ ജനിക്കേണ്ടത് അവിടെ കൊണ്ട് ആക്കിയിട്ട് കർമ്മമെല്ലാം ചെയ്യിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണ്. ആ പുരുഷോത്തമനെ അറിയുന്ന ആള്, ആ സത്യം ആര് മനസ്സിലാക്കുന്നുവോ ആ ജീവാത്മാവ് ബന്ധനത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നു. പിന്നെ അവന് ബന്ധനത്തിൽ അകപ്പെടില്ല. അവന് പിന്നെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അവനെല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടും. പിന്നെ അവന് ജനന മരണവും ഇല്ല. ഇനി 14 ഈ പരബ്രഹ്മ പുരുഷോത്തമൻ ആശ്രയരഹിതനും ശരീരരഹിതനും അവൻ ജനിക്കുന്നൊന്നുമല്ല. പരമബ്രഹ്മ പുരുഷോത്തമൻ ജനിക്കുന്നില്ല. നമ്മളെല്ലാണ് ജനിപ്പിച്ചിട്ട് നമ്മളെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുന്ന മാതിരിയാണ് ഇരിക്കുന്നത്. ശരീരരഹിതൻ എങ്കിലും ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് പരിപാലിക്കുന്നുണ്ട്, സംഹരിക്കുന്നുണ്ട്, 16 കലകളെ സൃഷ്ടിച്ചവനുമാകുന്നു. അങ്ങനെ 16 കലകളിലൂടെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയിട്ട് അതിനെ പരിപാലിച്ചിട്ട് അവസാന ആവശ്യം കഴിയുമ്പോൾ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ആനന്ദസ്വരൂപനാണ്, കല്യാണകാരനുമാണ്. ആയ അവനെ നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ശ്രദ്ധ, ഭക്തി, പ്രേമഭാവം, ഇവയാൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. അതിനെ പക്ഷെ മനസ്സിലാക്കേണ്ട ഒറ്റ വഴിയേ ഉള്ളൂ. ശ്രദ്ധയുണ്ടാവുക, അതിനെപ്പറ്റി തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഭക്തി, അതിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രേമഭാവം, അല്ലാതെ സംശയത്തോടു കൂടി ആകരുത്. ഇങ്ങനെ അതിനെ ഗ്രഹിക്കാം. അവനെ അറിയുന്നവൻ, അങ്ങനെ അവനെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശരീരവുമായുള്ള ബന്ധം അതോടെ അവൻ ഉപേക്ഷിക്കും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരത്തെ അവൻ ഉപേക്ഷിക്കും. പിന്നെ ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. അവനെ കണ്ണ് കാണൂല, കേൾക്കൂല, ഒന്നുമില്ല. അവന്റെ മനസ്സ് അതിൽ പോയി ലയിച്ചു പോകും. ശരീരത്തെ അവൻ കളയും. അതുവഴി സംസാര ചക്രത്തിൽ നിന്നും മറികടക്കും. പിന്നെ അവന് ജനനവുമില്ല, മരണവുമില്ല. ഈ സത്യം മനസ്സിലാക്കുവാൻ എല്ലാവരും ആ പരമാത്മാവിനെ
അങ്ങ് ഈ സത്യം മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്തു വേണം? ആ പരമാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്.